5 ദിവസം കാണാത്ത ഒരു വർക്കാണ് ഇപ്പം ഇന്ന് രാവിലെ മുതൽ ഇപ്പോൾ ഇവിടെ കാണാൻ സാധിച്ചത്. രാവിലെ വന്നപ്പോൾ ഒരു പണി നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ സസ്പെക്ട് ചെയ്ത ഏരിയയിൽ മണ്ണ് എടുക്കാനൊന്നും അവർ തയ്യാറായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ കളക്ടറെ എത്തിയതിനു ശേഷം മാത്രമേ NDRFന് ആ ജോലി ഏറ്റെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് അവരെ നിയമപ്രകാരം. അപ്പോൾ ഇത്രയും വൈകുന്നത് കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥർ കളക്ടറെ വിളിക്കുകയും കളക്ടർ അവർക്ക് ഫോൺ പാസ് ചെയ്യും, വെർബലി ഇവർക്ക് അപ്രൂവ് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ ഈ ഫുൾ ഫ്ലഡ്ജിൽ ഇവിടെ വർക്ക് നടക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഇന്നും വൈകി അധികാരികളൊക്കെ ഒന്നും എത്താൻ MLA മാത്രമാണ് ഇപ്പോൾ സ്ഥലത്തെത്തിയിരിക്കുന്നത്. FPO അല്ലെങ്കിൽ കളക്ടറോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇവിടെ എത്താൻ ഇതുവരെ എത്തിയിട്ടില്ല. ദുരന്തം നടന്ന സ്ഥലത്താണ് ഇപ്പോൾ മീഡിയ വൺ വാർത്താ സംഘമുള്ളത്. നമ്മുടെ തൊട്ട് പിന്നിൽ കാണുന്ന ഇവിടെയാണ് 6 ദിവസങ്ങൾക്ക് മുമ്പ് ഈ ദുരന്തം നടന്നത്. ആ മണ്ണിനടിയിലാണ് 3 മനുഷ്യജീവനുകളുണ്ട് എന്ന് നാം പ്രാർത്ഥിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. അത് കണ്ടെത്താനുള്ള തെരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. ഇത് ഏതാണ്ട് ഒരു 8 മണിയോടുകൂടിയാണ് ഇന്നത്തെ തെരച്ചിൽ പുനരാരംഭിച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ന് കുറേ കൂടി വേഗത കൈവന്നിട്ടുണ്ട് തെരച്ചിലിന് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. 5 or 6 JCBകളും ഹിറ്റാച്ചികളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് അവിടെ നിന്ന് മാന്തി എടുക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അതായത് രണ്ടാമത്തെ ഹിറ്റാച്ചി ഇപ്പോൾ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് അതിനുള്ളിലാണ് ഈ ലോറി കിടപ്പുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ഒരു മണിക്കൂറുകൾ അകം തന്നെ ഈ ലോറിയിലേക്ക് എത്താൻ കഴിയും, ആ ലോറി കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് ഇവിടെ ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്ന ആളുകളും മറ്റും പങ്കുവെക്കുന്നത്. കാരണം വലിയ തോതിൽ മണ്ണ് എടുത്ത് മാറ്റി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരുപക്ഷെ ഒരു 6 or 7 അടി മണ്ണ് മാത്രമാണ് ഇനി ബാക്കി ഉണ്ടാവുക. ആ മണ്ണ് ഇന്ന് എടുത്ത് മാറ്റാൻ കഴിയും. 10:30 സൈന്യം എത്തുമെന്നാണ് സ്ഥലം MLA അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം സ്ഥലത്തുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് നടപടികളിലേക്ക്. എന്തായാലും 10-11 മണിയോടുകൂടി സൈന്യം എത്തും. അതിനു മുമ്പ് തന്നെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും ഒപ്പം സംസ്ഥാന ദുരന്ത നിവാരണ സേന, ഫയർഫോഴ്സ് തുടങ്ങിയവരുടെ വലിയ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ വലിയ ഊർജിതമായ തരത്തിലുള്ള തെരച്ചിൽ രാവിലെ തന്നെ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ വലതുഭാഗത്ത് കാണുന്നതാണ് ഗംഗാവലിപ്പുഴ. ഈ പുഴയുടെ കരയോട് ചേർന്നാണ് ഈ അപകടം ഉണ്ടാവുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്കും കുറേ മണ്ണ് ഇത്തരത്തിൽ ഒലിച്ച് ഇറങ്ങിപ്പോയിരുന്നു. 2-3 മൃതദേഹങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തുകയും ഒക്കെ ചെയ്തിരുന്നു നേരത്തെ. എന്തായാലും ആ പുഴയിലേക്ക് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഒഴുകിപ്പോവുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കുന്നുണ്ട്. അതിനുവേണ്ടി നാവികസേന കൂടി ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. നാവികസേനയുടെ തെരച്ചിൽ കൂടി അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് വലിയ തോതിൽ വലിയ വേഗത കൈവരിച്ചിട്ടുള്ള ഒരു തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ പ്രദേശത്ത്, ആ സ്ഥലത്താണ്, അവിടെയായിരുന്നു ഈ ലോറി പാർക്ക് ചെയ്തിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ അതായത് 2 തവണ GPRS ഏറ്റവും ഒടുവിൽ സിഗ്നൽ ലഭിക്കുന്നത് അവിടെ നിന്നാണ്. ആ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. മാത്രമല്ല ഇന്നലെ 2 തവണ റഡാറിൽ നിന്ന് സിഗ്നലുകൾ ലഭിച്ചിരുന്നു. ആ റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലവും അതേ സ്ഥലം തന്നെയാണ്. ജിതിൻ ഭാര്യ സഹോദരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജിതിൻ, ഇന്ന് പക്ഷേ തെരച്ചിലിന് വലിയ വേഗത കൈവരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും കാണാത്തൊരു കാഴ്ചയാണ്. 4-5 JCBകൾ ഒരുമിച്ച് നിന്ന് ഇതാക്കുന്നു. ഒരുപക്ഷെ നമ്മൾ ആ ലോറിയിലേക്ക് എത്തി എന്ന് വേണമെങ്കിൽ കരുതാം, അല്ലേ? നോക്കാം. എനിക്ക് ആ ലോറി കണ്ടിട്ട് തന്നെ നമുക്ക് എത്തിയെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ 5 ദിവസം കാണാത്ത ഒരു വർക്കാണ് ഇപ്പം ഇന്ന് രാവിലെ മുതൽ ഇപ്പോൾ ഇവിടെ കാണാൻ സാധിച്ചത്. രാവിലെ വന്നപ്പോൾ ഒരു പണി നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ സസ്പെക്ട് ചെയ്ത ഏരിയയിൽ മണ്ണ് എടുക്കാനൊന്നും അവർ തയ്യാറായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ കളക്ടറെ എത്തിയതിനു ശേഷം മാത്രമേ NDRFന് ആ ജോലി ഏറ്റെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് അവരെ നിയമപ്രകാരം. അപ്പോൾ ഇത്രയും വൈകുന്നത് കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥർ കളക്ടറെ വിളിക്കുകയും കളക്ടർ അവർക്ക് ഫോൺ പാസ് ചെയ്യും, വെർബലി ഇവർക്ക് അപ്രൂവ് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ ഈ ഫുൾ ഫ്ലഡ്ജിൽ ഇവിടെ വർക്ക് നടക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഇന്നും വൈകി അധികാരികളൊക്കെ ഒന്നും എത്താൻ MLA മാത്രമാണ് ഇപ്പോൾ സ്ഥലത്തെത്തിയിരിക്കുന്നത്. FPO അല്ലെങ്കിൽ കളക്ടറോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ ഇവിടെ എത്താൻ ഇതുവരെ എത്തിയിട്ടില്ല. അതായത് ജില്ലാ ഭരണകൂടത്തിന് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചു എന്നാണ് MLA പറയുന്നത്. അട്ടർ ഫെയിലിയർ ആണ്. MLA അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ കളക്ടറാണ്, അതിന്റെ ചില പാകപ്പിഴകളൊക്കെ ഉണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും പാകപ്പിഴ മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ഇവിടുത്തെ താഴെക്കടയിലുള്ള ഈ മണ്ണ് നീക്കുന്ന ആൾക്കാരോട് ചോദിച്ചപ്പോൾ മനസ്സിലായി, അവർ അറിഞ്ഞു ഇന്നലെ മാത്രമാണ് ഇവിടെ ഒരു ലോറിയും അതിനുള്ള ജീവനോട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് അവർ അറിഞ്ഞത് ഇന്നലെ മാത്രമാണ്. ഓക്കെ, എന്തായാലും ഇന്ന് ഏറെ നിർണായകമായ ഒരു ദിവസമാണ് ഇന്നത് ലോറിയിലേക്ക് എത്താൻ കഴിയും അല്പസമയത്തിനുള്ളിൽ തന്നെയാണെന്നാണ് രക്ഷാദൗത്യത്തിലുള്ള ആളുകൾ പറയുന്നത്. അവർ പറയുന്നത് ഈ ഫുൾ ഫ്ലഡ്ജിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ 2-3 മണിക്കൂർ കൊണ്ട് മണ്ണെടുക്കാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സൈന്യത്തിലാണ് പ്രതീക്ഷ, അല്ലേ? സൈന്യത്തിന് പ്രതീക്ഷയുണ്ട്. സൈന്യം എന്നാൽ
പ്രതീക്ഷയുണ്ട്. പക്ഷേ ഈ ഒരു വർക്ക് കാണുമ്പോൾ നമുക്കൊരു ഹോപ്പ് തോന്നുന്നുണ്ട്. ഫൈന് വരുന്നു എന്തായാലും ഈ മണ്ണ് നീക്കുകയാണല്ലോ നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. അത് ഇപ്പം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, തീർച്ചയായും ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരൻ അടക്കമുള്ള ആളുകൾ പങ്കുവയ്ക്കുന്നത്.